വയനാട്ടിൽ നിന്ന് ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം വയനാട് എങ്ങനെയാണ് ഈ മഹാപണിമുടക്കിനെ സ്വീകരിച്ചിരിക്കുന്നതെന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. കുറച്ച് സമയമായി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ്, സാഹചര്യം അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ പിണക്കമൊന്നും വേണ്ട. എന്താണ് വയനാട്ടിലെ പണിമുടക്കിൻ്റെ സാഹചര്യം? എങ്ങനെയാണ് വയനാട് ഈ പണിമുടക്കിനോട്, അല്ലെങ്കിൽ വയനാട് ഈ പണിമുടക്കിനെ സ്വീകരിക്കുന്നത് ഏത് തരത്തിലാണ്? മനു, ഗുഡ് മോർണിംഗ്. പിണക്കമൊന്നും ഇല്ല. എല്ലാ ജില്ലകളുടെയും കാര്യങ്ങൾ എല്ലാ ജനങ്ങളും അറിയേണ്ടതല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്, സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ വിജനമാണ് എന്ന് പറയാം. ഒന്നോ രണ്ടോ ആളുകൾ ഒഴിച്ചാൽ മറ്റാരും തന്നെ ഈ ഒരു പ്രദേശത്ത് പോലും ഇല്ല എന്ന് വേണം പറയാൻ. നമുക്ക് കാഴ്ചകൾ കാണാം. ആരുമില്ല. ഒരാൾ വ്യായാമം ചെയ്യുന്നുണ്ട് ദൂരെ നിന്ന്, അല്ലാതെ മറ്റ് ഒരാൾ പോലും ഇല്ലാത്ത അത്രയും വിജനമായ ഒരു സ്ഥലമായി വയനാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ 6 മണിക്ക് ഇവിടേക്ക് എത്തുമ്പോൾ റോഡിലടക്കം കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KSRTCയുടെ ദീർഘദൂര ബസ്സുകൾ, ഇന്നലെ യാത്ര ആരംഭിച്ച ദീർഘദൂര ബസ്സുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിൽ വന്നിറങ്ങിയവരും അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ബുക്ക് ചെയ്തവർ, അതായത് ബാംഗ്ലൂരൊക്കെ പോകാനും അങ്ങനെ ബുക്ക് ചെയ്ത ആളുകളുണ്ടായിരുന്നു, അവരും കയറിപ്പോയി. അതിനുശേഷം വയനാട് ടൗൺ അല്ലെങ്കിൽ കൽപ്പറ്റ ടൗൺ വിജനമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ കുറച്ച് BMS പ്രവർത്തകർ ഓട്ടോയുമായി റോഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ പോലും ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇടയ്ക്ക് ചില യാത്രികർ, ബൈക്ക് യാത്രികർ പോകുന്നുണ്ട് എന്നതൊഴിച്ചാൽ വയനാട് ജില്ല പൂർണ്ണമായും ഈ ഒരു പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ പണിമുടക്കിനോട് യോജിച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം അത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി അറിയിച്ചുകൊണ്ട് വയനാട് ജില്ല നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനുള്ള പ്രതിഷേധം ഒരു ചെറിയ കാര്യം മാത്രമല്ല, അവരെ തീർത്തും അവഗണിച്ച കേന്ദ്ര സർക്കാരാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അതുപോലെ തന്നെ കർഷക വിരുദ്ധ നയങ്ങൾ, ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വയനാടിനെയാണ്. കേന്ദ്ര സർക്കാർ അത്രയേറെ അവഗണിച്ച ഒരു ജില്ല കൂടിയാണ് വയനാട്. ദുരന്തബാധിതരെ സംരക്ഷിക്കാത്ത ജില്ല, ദുരന്തബാധിതരെ സംരക്ഷിക്കാത്ത സർക്കാർ, അതുപോലെ തന്നെ കർഷക വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ, ഇവരോടൊക്കെയുള്ള പ്രതിഷേധം അത് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ വയനാട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വയനാട് ഒരു പൊതു പ്രകടനമോ അല്ലെങ്കിൽ പൊതുവായ രീതിയിൽ ജില്ല കേന്ദ്രീകരിച്ചുള്ള പ്രകടനം അത് നടത്തില്ല എന്നുള്ളത് നേരത്തെ തന്നെ സംഘടനാ നേതാക്കൾ അറിയിച്ചിരുന്നു. ഇവിടെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ജില്ലയിലെ പലയിടങ്ങളിലായിട്ടാണ് പൊതുപ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ധർണയും ഒക്കെ സംഘടിപ്പിക്കുക, പ്രതിഷേധ ധർണയും ഒക്കെ തന്നെ സംഘടിപ്പിക്കുക. മാനന്തവാടിയിലും അതുപോലെ തന്നെ കൽപ്പറ്റയിലുമായി ഹെഡ് പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലും അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ നടക്കുക. ഏകദേശം 9:30 ശേഷം എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലടക്കം ഇത്തരത്തിൽ ഓരോ കൂട്ടായ്മയായി പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. INTUC ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ലെങ്കിലും വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും സമാന്തരമായി തന്നെ ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ജില്ല പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ കുറച്ച് ആളുകൾ, ഇന്നലെ എത്തിച്ചേർന്ന ആളുകൾ, തിരിച്ചു പോകേണ്ട ആളുകളൊക്കെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ മേഖലയും പൂർണ്ണമായും സ്തംഭിച്ചു എന്ന് തന്നെ വേണം ഈ ഒരു സമയത്ത് പറയാൻ. ശരി, ഏതായാലും എല്ലാ മേഖലകളും നിശ്ചലമാണ്. ആ രീതിയിൽ എന്താണ് തൊഴിലാളികൾ, അവരുടെ കരുത്തെന്താണ്, അവകാശ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള അവരുടെ ബോധ്യം എന്താണ് എന്ന് ഇന്ന് കേന്ദ്ര സർക്കാരും അവരെ നയിക്കുന്നവരുമൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.